നമസ്കാരം. പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. ടി.എം.സി പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ബി.ജെ.പി. പ്രവർത്തകർ പശ്ചിമ ബംഗാളിൽ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ബി.ജെ.പിയുടെ 15ഓളം പ്രവർത്തകർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ജയ് ശ്രീറാം വിളിച്ചതിന് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബി.ജെ.പി. പ്രവർത്തകരെ ആക്രമിച്ചു എന്നുള്ള ആരോപണമാണ് ബി.ജെ.പി. പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഈ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലെ മതികര മേഖലയിൽ ബി.ജെ.പി. പ്രവർത്തകർ 12 മണിക്കൂർ ദൈർഘ്യമുള്ള ബന്ദിന് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ 12 മണിക്കൂറുകളും കടകളും മാർക്കറ്റുകളും മറ്റും അടഞ്ഞുകിടക്കുകയും ചെയ്യും. പക്ഷേ അവശ്യ സർവീസുകളൊക്കെയും നടപ്പിലാക്കുമെന്നുകൂടി ബി.ജെ.പിയുടെ പ്രവർത്തകർ ഉറപ്പ് നൽകുന്നുണ്ട്. ഈ ബന്ദിനെ കുറിച്ചും അതിന് പിന്നിലുള്ള കാരണത്തെക്കുറിച്ചും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ബി.ജെ.പിയുടെ നേതാവ് മിഥുൻ പ്രമാണിക് പറഞ്ഞത്, ഇന്ന് മുഴുവൻ മതികര ഏരിയയിൽ ബന്ദ് തന്നെ ആയിരിക്കും. ഇന്നലെ ഞങ്ങളുടെ ബി.ജെ.പി. ബൂത്ത് പ്രസിഡന്റ് നന്ദകിഷോറും കുടുംബവും മറ്റ് നിരവധി പാർട്ടി പ്രവർത്തകരും ജയ് ശ്രീറാം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ആക്രമിക്കപ്പെട്ടത്. ഇതൊരിക്കലും വെച്ച് പൊറിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ദിലൂടെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ബി.ജെ.പി. പറയുന്നത്. എന്തായാലും ഈ മേഖലയിൽ അങ്ങിങ്ങായി ചെറിയ പ്രതിഷേധങ്ങൾ, ചെറിയ സംഘർഷങ്ങളൊക്കെയും ബി.ജെ.പിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും പ്രവർത്തകർ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ 2 ഘട്ടത്തിലും പോളിംഗ് ബൂത്തിലേക്ക് അവർ നീങ്ങിയിരുന്നു. ഇനിയും പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘർഷമൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ നിരീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ബി.ജെ.പിയുടെ ഈ ബന്ദിനുള്ള ആഹ്വാനം മുഴുവൻ ബി.ജെ.പി. പ്രവർത്തകരും ഏറ്റെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.